ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന ബെന്നിറ്റ് പ്രെയർ. ഇന്ന് ഈ പ്രഭാതം മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. മക്കളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് മക്കളുടെ ജീവിതത്തിൽ വലിയ കൃപകൾ നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം, അനുഗ്രഹിക്കാം. ഇന്ന് ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കുന്ന വചനം പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 18-ാം വചനമാണ്. നീ എത്രയോ ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, അപ്പോൾ കർത്താവിന് കൃപയ്ക്ക് നീ പാത്രമാകും. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കൾ എളിമയിൽ ജീവിക്കുവാൻ എത്രമാത്രം ഉയർന്നു ഇന്ന് പഠിച്ചു. നേഴ്സിംഗ് ആകട്ടെ, ഡോക്ടറാകട്ടെ, എഞ്ചിനീയർ ആകട്ടെ, മക്കൾ വളരെയധികം പഠിച്ച് വളർന്നു കഴിഞ്ഞു, ജോലിയിലേക്കായി, ശമ്പളത്തിലേക്കായി. പക്ഷേ ആ അനുഗ്രഹത്തിനനുസരിച്ച് അഹങ്കാരം കൊണ്ട് വളർന്നിരിക്കുന്ന മക്കളുണ്ട്. മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഗുരുഭൂതരോടൊക്കെ എളിമയില്ലാതെ തങ്ങൾ എന്തോ വലുതായി, ഇനി ആരെയും നോക്കേണ്ടതില്ല, ഇനി ആരെയും ബാധിക്കുന്നില്ല, എനിക്ക് എൻ്റെ കാര്യം, അങ്ങനെ സ്വാർത്ഥപരമായ ജീവിതത്തിലേക്ക് വീണു പോകുന്ന മക്കൾ, ഇതിനർത്ഥം കാൽച്ചുവട്ടിലെ മണ്ണ് ഉലച്ചു പോകുന്ന തുല്യമാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കൾ അഹങ്കാരത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് മാറുവാൻ എളിമയിൽ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനായി നിന്നുകൊണ്ട് എളിമയിൽ നിൽക്കുവാൻ കർത്താവിൻ്റെ ആ ഒരു കാണിച്ചു തന്ന സ്നേഹം, പാദം കഴുകിയ കർത്താവ് കാണിച്ചു തന്ന ഒരു എളിമയുടെ മാതൃക ഇന്ന് മക്കളുടെ ജീവിതത്തിൽ അത് ഉന്നതിയിലാണെങ്കിലും എളിമയുടെ തങ്ങളുടെ അടുക്കൽ വരുന്ന പാവപ്പെട്ടവരോടും അല്ലെങ്കിൽ വളർത്തി വലുതാക്കിയവരോടും വന്ന വഴി മറന്നു പോകാതിരിക്കാൻ, മാതാപിതാക്കളോടുള്ള സ്നേഹത്തിൽ നിലനിൽക്കുവാൻ, കൃപയിൽ നിൽക്കുവാൻ, എളിമയിൽ നിലനിൽക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അഹങ്കാരം നമ്മുടെ മക്കളെ തൊടാതിരിക്കട്ടെ. എളിമയിൽ മക്കൾ മുമ്പോട്ട് പോകട്ടെ. അങ്ങനെ ജീവിതത്തിൽ ഉന്നതനായി തീരട്ടെ. ആമേൻ. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കൾ എത്രമാത്രം വളർന്നാലും എളിമയിലും സ്നേഹത്തിലും പാവപ്പെട്ടവരുടെ തലത്തിൽ ഇറങ്ങി വരുവാൻ മനുഷ്യ സ്നേഹം ഉണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടും അധ്യാപകരോടും മുതിർന്നവരോടും പാവപ്പെട്ടവരോടും അവരോട് അർഹിക്കുന്ന രീതിയിൽ വിനയപുറം പെരുമാറുകയും സ്നേഹത്തെ വർദ്ധിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ ഞങ്ങളുടെ മക്കളുടെ കൃപ ഇരട്ടി അഭിഷേകത്തിലേക്ക് വളർന്നു വരികയും ഇരട്ടിയായ അനുഗ്രഹത്തിലേക്ക് വന്നുകൊണ്ട് ഉന്നതമായ വിജയത്തിൽ ദൈവമേ അങ്ങ് മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.